ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഹാഫ് എ ഡേ എന്ന മനോഹരമായ കഥയാണ് പഠിക്കാൻ പോകുന്നത്. പ്രശസ്ത എഴുത്തുകാരനായ നജീബ് മഹ്ഫൂസ് എഴുതിയ ഈ കഥ ഒരു മനുഷ്യന്റെ ജീവിതയാത്രയെ വളരെ ലളിതമായും എന്നാൽ അർത്ഥവത്തായും അവതരിപ്പിക്കുന്നു. കേവലം ഒരു പകുതി ദിവസത്തെ സംഭവങ്ങളിലൂടെ ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവൻ വരച്ചുകാട്ടുന്ന ഈ കഥയുടെ മലയാളം സമ്മറി ഒന്ന് നോക്കിയാലോ? പേജ് 8. കഥാനായകൻ തന്റെ അച്ഛന്റെ കൈപിടിച്ച് ആദ്യമായി സ്കൂളിലേക്ക് പോകുന്നതാണ് ഈ ഭാഗത്ത് വിവരിക്കുന്നത്. പുതിയ വസ്ത്രങ്ങളും ഷൂസും ധരിച്ച അവൻ സന്തോഷവാനാണെങ്കിലും വീട് വിട്ടു പുറത്തേക്ക് പോകുന്നതിൽ അവന് ചെറിയൊരു ഭയമുണ്ടായിരുന്നു. സ്കൂൾ എന്നത് ഒരു ശിക്ഷയല്ലെന്നും മറിച്ച് കുട്ടികളെ വളർത്തി മിടുക്കരായ മനുഷ്യരാക്കി മാറ്റുന്ന ഇടമാണെന്നും അച്ഛൻ അവന് ധൈര്യം നൽകുന്നു. പേജ് 9. സ്കൂൾ കവാടത്തിലെത്തിയപ്പോൾ അച്ഛന്റെ കൈവിടാൻ അവൻ മടിച്ചെങ്കിലും ചിരിച്ചുകൊണ്ട് പുതിയ ലോകത്തേക്ക് കടന്നു ചെല്ലാൻ അച്ഛൻ അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. അവിടെയൊരു അധ്യാപിക വന്ന് കുട്ടികളെ സ്വീകരിക്കുകയും സ്കൂൾ അവരുടെ പുതിയ വീടാണെന്നും സന്തോഷത്തോടെ ജീവിതത്തെ നേരിടണമെന്നും ഉപദേശിക്കുന്നു. താനൊരു അപരിചിതനാണെന്ന തോന്നൽ അവിടെയുള്ള മറ്റു കുട്ടികളെ കാണുമ്പോൾ അവനിലുണ്ടാകുന്നുണ്ട്. പേജ് 10. സ്കൂളിനുള്ളിൽ അവൻ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുകയും പഠനത്തിലും കളികളിലും മുഴുകുകയും ചെയ്യുന്നു. പാട്ടുകളും കളികളും നിറഞ്ഞ ആ ലോകം അവൻ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. വൈകുന്നേരം സ്കൂൾ വിട്ടു പുറത്തിറങ്ങിയപ്പോൾ അവനെ കൊണ്ടുപോകാൻ അച്ഛൻ അവിടെ എത്തിയിരുന്നില്ല. അച്ഛനെ ഒരുപാട് കാത്തുനിന്ന ശേഷം അവൻ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടക്കാൻ തീരുമാനിക്കുന്നു. പേജ് 11. തിരികെ നടക്കുമ്പോൾ താൻ വന്ന വഴികളെല്ലാം തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറിയതായി അവൻ മനസ്സിലാക്കുന്നു. മനോഹരമായ തോട്ടങ്ങൾക്ക് പകരം വലിയ കെട്ടിടങ്ങളും തിരക്കേറിയ റോഡുകളുമാണ് അവൻ അവിടെ കണ്ടത്. റോഡ് മുറിച്ചുകടക്കാൻ ബുദ്ധിമുട്ടി നിന്ന അവനെ ഒരു ചെറുപ്പക്കാരൻ വന്ന് സഹായിക്കുകയും അവനെ മുത്തശ്ശ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ആ ഒരൊറ്റ വിളിയിലൂടെ തന്റെ ബാല്യത്തിൽ നിന്നും വാർദ്ധക്യത്തിലേക്ക് കാലം അത്ര വേഗം കടന്നുപോയി എന്ന വലിയ സത്യം അവൻ തിരിച്ചറിയുന്നു. കുട്ടികളെ, നമ്മൾ ഈ പാഠഭാഗം മുഴുവൻ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും ആക്ടിവിറ്റികളുമായി വീണ്ടും കാണാം. നന്ദി.